We expect that all these different events in nature take place according to some basic laws, and revealing these laws from the observed events is physics. സോ ഇപ്പം തന്നെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും, കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ കുറവായത് കാരണമായിട്ട്. ഓക്കെ, സോ ആക്ച്വലി നമ്മുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീംസിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫോം കണ്ടൻസ് ആണ്. മെയിൻലി ഷോർട്സ്, റീൽസ്, അത്തരം കാര്യങ്ങളാണ്. ലോങ് ഫോം കണ്ടൻസ് ആക്ച്വലി ബെറ്ററാണ്. ഓക്കെ, ലോങ് ഫോം കണ്ടൻസ് നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ആക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ തന്നെ ലോങ് ഫോം കണ്ടൻസ് കാണാൻ വേണ്ടി നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യുക. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. സോ ആ ഒരു ഡെഫിനിഷൻ ഞാൻ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. വളരെ ഫേമസ് ആയ പുസ്തകമാണ്, കോൺസെപ്റ്റ്സ് ഓഫ് ഫിസിക്സ് ബൈ H.C. വർമ്മ. സോ ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, വളരെ ഫേമസ് ആയ പുസ്തകമാണ്. ഈ ഒരു പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നിന്നുള്ള വരികളാണത്. ഓക്കെ, സോ അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിലെ പല ഇവൻസിനെയും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സ്പെസിഫിക് ലോസ് പ്രകാരമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് അത്തരം ലോസിനെ നമ്മൾ റിവീൽ ചെയ്യുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൂൺ റിവോൾവിങ് എർത്ത്. ഓക്കെ, അത് നാച്ചുറലുള്ള ഒരു ഇവൻ്റാണ്. ഓക്കെ, ആ ഒരു ഇവൻറ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലോ അതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ് ആ ഒരു നാച്ചുറൽ ഇവൻറ്റ് നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ അതിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലോനെ നമ്മൾ റിവീൽ ചെയ്യുന്നു ആൻഡ് അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി ഫിസിക്സ്. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഫിസിക്സ് എന്താണ് എന്ന് അറിഞ്ഞ് പഠിക്കലും അല്ലാതെ പഠിക്കലും രണ്ടാണ്. ഓക്കെ, നിങ്ങൾ ഫിസിക്സ് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കുന്ന സമയത്ത് അതിനോടൊരു ബോണ്ട് ഉണ്ടാക്കാൻ ആക്ച്വലി അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആ ഒരു സ്റ്റഡീസ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഓക്കെ, ബിക്കോസ് വി ഹേറ്റ് എ ലോട്ട് ഓഫ് തിങ്സ് സിംപ്ലി ബിക്കോസ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. സോ ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് അൻസഫ്. ഞാൻ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. സോ ആക്ച്വലി ഞാൻ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത്, നീറ്റിന് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു. വർക്ക് ബുക്കിലൊരു 45 ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഒരു 45 ക്വസ്റ്റ്യൻസ് ആക്ച്വലി 45 മിനിറ്റ്സ് കൊണ്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം നീറ്റിലെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടത് ആക്ച്വലി. സോ ഞാൻ ആ ഒരു 45 ക്വസ്റ്റ്യൻസ് അന്ന് ഞാൻ എടുത്ത സമയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡേ കംപ്ലീറ്റ്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ ഈ ഒരു 45 ക്വസ്റ്റ്യൻസിന് ഇരുന്നിട്ടുണ്ട്. എന്നിട്ടും ചില ക്വസ്റ്റ്യൻസിന് മനസ്സിലാവാത്തതായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നീട് നീറ്റിൻ്റെ ഒരു ടൈം വരെ എത്തിയ സമയത്ത് ഈ സെയിം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരു 60 മിനിറ്റ്സ് കൊണ്ടൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട് ഞാൻ ആക്ച്വലി. ഇതിനെന്നെ സഹായിച്ച 3 കാര്യത്തെക്കുറിച്ചാണ് ഞാൻ മെയിൻലി പറയാൻ പോകുന്നത്. ഓക്കെ, സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് how to solve any questions in physics like that top 1%. So our point number 1 is enter to flow state. Okay, ഫ്ലോ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റാണ് ആക്ച്വലി ഫ്ലോ സ്റ്റേറ്റ്. ഈ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഇതിലെ കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേകിച്ച് റൊട്ടേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കോൺസെപ്റ്റ്സ് കേൾക്കുന്ന സമയത്ത് കോൺസെപ്റ്റ്സ് ഇങ്ങനെ നമുക്ക് കേൾക്കുന്നുണ്ടാവും, പക്ഷേ അതൊന്ന് കണക്ട് ചെയ്യാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവില്ല. അതായത് എന്താണ് ഇത് പറയുന്നത്, ഇതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് റിസ്ക് ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു റീസൺ ഈ ഫോക്കസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടാണ്. കാരണം പല കാര്യങ്ങളും നമ്മുടെ തലേൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് ക്രൂഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും. കാരണം നമ്മുടെ ഫോക്കസ് നമ്മുടെ ക്ലാസ്സിൽ നമുക്കില്ല. ഓക്കെ, അത് കാരണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ ഈ കണക്റ്റിംഗ് ലിങ്കുകൾ പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു കാര്യം മനസ്സിലായില്ല. ലൈക്ക് ഇപ്പം വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആക്ച്വലി. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ കഴിയും. സോ ആ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്കിപ്പാക്കി പോയിട്ടുണ്ടാകും. ഓക്കെ, സോ അതിൻ്റെ ഒരു റീസൺ നമുക്ക് ഫോക്കസ് ഇല്ലാഞ്ഞിട്ടാണ്. ഓക്കെ, സോ ആക്ച്വലി ഫോക്കസ് കുറയാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഷോർട്ട് ഫോം കണ്ടൻസ് ആണ്, ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ റീൽസ്, ഇത്തരം കാര്യങ്ങളാണ് ആക്ച്വലി നമ്മുടെ ഫോക്കസിനെ കുറക്കുന്ന കാര്യം. അപ്പം ഇത് ആക്ച്വലി നമ്മുടെ ഫോക്കസിനെ കുറക്കുന്ന കാര്യമാണ്. സോ നമുക്കിതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം കണ്ടൻസ് ഒഴിവാക്കുക. ഓക്കെ, ഷോർട്ട് കണ്ടൻസ് ഒഴിവാക്കുക, ഷോർട്സ് റീൽസ് ഒഴിവാക്കുക. ഈ ഷോർട്സും റീൽസും
ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോക്കസിൻ്റെ ഡൗൺവേർഡ് ഗ്രാഫ്, അതായത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫിനെ നമുക്ക് നിർത്താൻ കഴിയും. ഓക്കെ, ഫോക്കസ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഫോക്കസിനെ താഴോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും. ഓക്കെ, ഫോക്കസിനെ ഇമ്പ്രൂവ് ആക്കാൻ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ഓക്കെ, മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതായത് ഹൗ ടു ക്രാക്ക് നീറ്റ് ഇൻ 2026 എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ഞാൻ എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഓക്കെ, സോ ആ ഒരു വീഡിയോയിൽ ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ആക്കാനുള്ളൊരു ടെക്നിക്കാണ്. സോ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, ലൈക്ക് ബ്രീത്തിങ്ങോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോയിട്ടുണ്ടാവും, നമ്മുടെ മൈൻഡ് വാൻഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഈ ഒരു കാര്യം കോൺഷ്യസ് ആയിരിക്കില്ല, അതായത് നമ്മുടെ മൈൻഡ് വാൻഡർ ചെയ്ത കാര്യം നമുക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ആക്ച്വലി നമ്മുടെ മൈൻഡ് വാൻഡറിങ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. അപ്പം മൈൻഡ് വാൻഡറിങ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വീണ്ടും ഈ ബ്രീത്തിങ്ങിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, ആക്ച്വലി ഇതാണ് മെഡിറ്റേഷൻ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനെ കുറിച്ചുള്ളൊരു കംപ്ലീറ്റ്ലി ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ്ലി ചെയ്യാം ആക്ച്വലി. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു വീഡിയോ വാച്ച് ചെയ്താൽ മതി. ഓക്കെ, സോ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നമുക്ക് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ കഴിയും. സോ ഈ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ്, പ്രത്യേകിച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് ഇല്ലാത്തത് കാരണമായിട്ട് അതിലെ മെയിൻ വേർഡ്സിനെ നമ്മൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിലെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കില്ല. സോ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണമായിട്ട് ആ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഫോണൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് മാറ്റി വെക്കുക. കാരണം ഒരു ഫോണൊക്കെ കാരണം ഒരു നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഫോക്കസിനെ നല്ല രീതിയിൽ ബാധിക്കും. അതായത് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു, നിങ്ങളത് എടുത്ത് നോക്കി. ഓക്കെ, 17 മിനിറ്റ്സ് നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, സോ അത് കാരണമായിട്ട് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ നോക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ഷോർട്ട് ഫോം കണ്ടൻസ് ഒഴിവാക്കുക. മൂവിങ് ടു അവർ പോയിൻ്റ് നമ്പർ 2, ദാറ്റ് ഈസ് ലേൺ ദ കോൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർലി. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കതിൽ, അതായത് നമ്മുടെ ലൈറ്റ് റിഫ്രാക്റ്റഡ് ആവുന്നുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഓക്കെ, പക്ഷേ എന്തുകൊണ്ടാണ് ലൈറ്റ് ഒരു ആംഗിളിൽ വന്ന് വീഴുന്ന സമയത്ത് മാത്രം റിഫ്രാക്ഷൻ നടക്കുന്നത്? നമുക്കറിയാം, അതായത് ലൈറ്റ് ഗ്ലാസ്സിലേക്ക് വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടറിലേക്കൊക്കെ വീഴുന്ന സമയത്ത് ഈ റിഫ്രാക്ഷൻ നടക്കുന്നത് ലൈറ്റ് ഒരു ആംഗിളിൽ വീഴുന്ന സമയത്താണ്. നോർമലി ലൈറ്റ് വീഴുന്ന സമയത്ത് നടക്കില്ല. അതായത് പെർപെൻഡിക്കുലർലി, ഈ ഗ്ലാസ്സിന് പെർപെൻഡിക്കുലർലി ലൈറ്റ് വീഴുന്ന സമയത്ത് റിഫ്രാക്ഷൻ നടക്കില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഓൾറെഡി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ യു ഷുഡ് ഓൾവേസ് ആസ്ക് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. ഓക്കെ, ആ ഒരു ക്യൂരിയോസിറ്റി മൈൻഡ് നമുക്ക് എപ്പോഴും വേണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. ലൈക്ക് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഗെയിനിങ് കൈനറ്റിക് എനർജി എന്നുള്ള കാര്യമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ലിറ്ററലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റിലേറ്റീവ് വെലോസിറ്റി. സോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇക്വേഷനിൽ പറയുന്ന കാര്യവും റിയൽ ലൈഫിൽ പറയുന്ന കാര്യവും സെയിം ആണെന്നുള്ളത്. ഓക്കെ, സോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, സോ മൂവിങ് ടു അവർ തേർഡ് ടോപ്പിക്, ദാറ്റ് ഈസ് എക്സാംസ്. ഓക്കെ, എക്സാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്, അവർ നല്ല രീതിയിൽ കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എക്സാംസിന് മാർക്സ് ഇല്ല. സോ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് മര്യാദയ്ക്ക് എഴുതാനായിട്ട് തന്നെയാണ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ എക്സാംസ് എഴുതുന്നത് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു രീതി മാറ്റണം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻ എടുക്കും, അതിൽ ഒരു 5-10 മിനിറ്റ് ട്രൈ ചെയ്യും. ഓക്കെ, ആക്ച്വലി നമുക്ക് എക്സാംസിൽ ഈ 5 മിനിറ്റ് ഒന്നും കിട്ടില്ല ഒരു ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ അത് കാരണമായിട്ട് നമുക്ക് ആ ഒരു സ്പീഡ് കുറയാണ്. ബ്രെയിനെ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, ഒരുപാട് സമയം ആലോചിച്ച് അങ്ങനെ പഠിക്കാനാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് സമയം മാത്രം കൊടുക്കുക. നിങ്ങളിപ്പോൾ അത്യാവശ്യം ഇതുവരെ എത്തി പഠിച്ചതല്ലേ, അപ്പോൾ അത്യാവശ്യം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്കറിയാം ഓരോ ക്വസ്റ്റ്യനും ലൈക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും 1 മിനിറ്റ് ടൈം കൊടുക്കുക. 1 മിനിറ്റ് ടൈം കൊടുത്തിട്ട് ഒരു 45 ക്വസ്റ്റ്യൻസ് ചെയ്യുക. 45 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ്റെ ഈ ഒരു അനാലിസിസ് നടത്തുക. ഓക്കെ, അങ്ങനെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാതുണ്ടാവും. ചിലപ്പോൾ ഒരു 27 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 26 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. പ്രശ്നമില്ല, നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ കീ എടുക്കുക, ആൻസർ കീ എടുത്തിട്ട് നോക്കുക. അപ്പോൾ ആൻസർ കീ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ലൈക്ക്
ഏതൊക്കെ ഭാഗമാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഈ പറഞ്ഞ പോലെ ആൻസർ കീൻ്റെ സൊല്യൂഷൻസിൻ്റെ വീഡിയോസ് കൊടുക്കാറുണ്ട്. വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ അത്. ഞാനൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, എണ്ണമറ്റ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു എക്സാംസ് കഴിയും, ആ ഒരു എക്സാംസ് കഴിയുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോസ് കണ്ടിട്ട് അപ്പം തന്നെ ഇരുന്ന് പഠിക്കും ഏതൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത്. അറിയുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചില സമയത്ത് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം ആൻസർ കീ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർ ഈ കോൺസെപ്റ്റ്സിനെ എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എക്സാംസ് നിങ്ങൾ കൂടുതലായിട്ട് എഴുതുക. ഇപ്പം റിവിഷൻ്റെ ഒക്കെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പം റിവിഷൻ്റെ ഒക്കെ സ്റ്റേജിൽ മാക്സിമം എക്സാംസ് ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. ഞാനൊക്കെ ഒരു 3 എക്സാംസ് ഒക്കെ എഴുതിയ ടൈം ഉണ്ടായിരുന്നു. അതായത് ഡെയിലി 3 എക്സാംസ് എഴുതും. ഓക്കെ, ഞങ്ങൾക്കൊരു ഇ ലേണിംഗ് ആപ്പൊക്കെ ഉണ്ട്. ബ്രില്യൻറ്റിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പം അവിടെ ഒരു ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പോൾ ഇ ലേണിംഗ് ആപ്പിൽ നല്ല രസമാണ്. അതായത് നമുക്ക് റാങ്കും നമ്മുടെ സ്കോറൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഒരുപാട് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്ത് ഒരുപാട് സ്കോർസ് നമുക്ക് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ റാങ്കിനെ നമുക്ക് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ കഴിയും. സോ അതൊക്കെ വളരെ നൈസാണ്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഡെയിലി ഞാൻ പറഞ്ഞല്ലോ 3 എക്സാംസ് എഴുതാറുണ്ട്. ഈ 3 എക്സാംസ് എഴുതിയതിന് ശേഷം എക്സാംസിൻ്റെ അനാലിസിസും നടത്താറുണ്ട്. ഓക്കെ, സോ അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. സോ അത് കാരണമായിട്ട് തന്നെ ആ ഒരു സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ആ ഒരു 1 ഡേ 45 ക്വസ്റ്റ്യൻസിന് 1 ഡേ എടുത്ത ആ ഒരു സ്റ്റേജിൽ നിന്ന് 60 മിനിറ്റ്സ് എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എനിക്ക് മാറാൻ പറ്റി. ഓക്കെ, ലൈക്ക് ഞാൻ ആ ഒരു സമയത്ത് ഒരിക്കലും ഞാനത് അങ്ങനെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. 60 മിനിറ്റ്സ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ട്രൈ ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ പോസിബിളായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ദ വീഡിയോ.